എം.ജെ. ഹൈസ്കൂളിന്റെ മനോഹര ക്യാമ്പസിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ധീര ദേശാഭിമാനി മുഹമ്മദ് അലി ജൗഹറിന്റെ നാമധേയത്തിൽ 1979 എം.ജെ. പിറവിയെടുക്കുന്നത്. ഓലമേഞ്ഞ മേൽക്കൂരയ്ക്ക് കീഴെ കുറഞ്ഞ വിദ്യാർത്ഥികളുമായി അധ്യയനമാരംഭിച്ച ഈ കലാലയം ഇന്ന് 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ജില്ലയിലെ ഏറ്റവും വലിയ ഹൈസ്കൂളായി മാറിയിരിക്കുന്നു. മികച്ച ഭൗതിക സാഹചര്യവും അച്ചടക്കമുള്ള പഠനാന്തരീക്ഷവും അർപ്പണബോധമുള്ള അധ്യാപകരുമാണ് ഈ കലാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. കഴിഞ്ഞ 33 വർഷക്കാലം കൊണ്ട് അത്ഭുതകരമായ ഒരു വളർച്ചയാണ് ഈ വിദ്യാലയം നേടിയിട്ടുള്ളത്. അറിവിന്റെ അക്ഷയ ഖനി തേടി ഈ ക്യാമ്പസിലെത്തുന്നവർക്ക് സുരക്ഷിതമായി വിദ്യാഭ്യാസം നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. സമയനിഷ്ഠ സ്കൂൾ അച്ചടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രാവിലെ 9:30 മുമ്പായി എല്ലാ കുട്ടികളും സ്കൂളിലെത്തണം. 9:30 ഫസ്റ്റ് ബെല്ലും 9:40 സെക്കൻഡ് ബെല്ലും 9:45 പ്രാർത്ഥനയും നടക്കുന്നതാണ്. മൂന്ന് 45 വരെയാണ് സ്കൂൾ പ്രവർത്തന സമയം. പ്രവൃത്തി സമയത്ത് ഒരു കുട്ടിയെയും കോമ്പൗണ്ട് വിട്ട് പുറത്തു പോവാൻ അനുവദിക്കുന്നതല്ല. വല്ല കാരണവശാലും കുട്ടി ക്ലാസ്സിൽ ആബ്സെന്റ് ആവുകയാണെങ്കിൽ രക്ഷിതാവ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ലീവ് ലെറ്റർ തന്നെ കൊടുത്തയക്കേണ്ടതാണ്. ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഓരോ കുട്ടിയെയും മികച്ച സ്വഭാവവും സംസ്കാരവുമുള്ള ഉത്തമ പൗരനാക്കി മാറ്റിയെടുക്കുക എന്നത് എം.ജെയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ടുതന്നെ സ്കൂൾ അച്ചടക്കത്തിന് ഉയർന്ന പ്രാധാന്യമാണ് ഈ വിദ്യാലയം നൽകുന്നത്. സ്കൂൾ അച്ചടക്കത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് യൂണിഫോം. നിശ്ചയിക്കപ്പെട്ട കളർ കൊണ്ട് മാത്രം യൂണിഫോം പൂർത്തീകരിക്കപ്പെടുന്നില്ല. അത് ധരിക്കുന്ന രീതിയിലും തയ്ക്കുന്ന രൂപത്തിലും സ്കൂളിന് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകാനുണ്ട്. ആൺകുട്ടികളുടെ യൂണിഫോം ഗോൾഡൻ ചെക്ക് ഷർട്ടും ബ്ലാക്ക് പാന്റുമാണ്. അധികം ലൂസോ ടൈറ്റോ പാടില്ല. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ഷർട്ടിലോ പാന്റിലോ ഉണ്ടാവരുത്. ജീൻസ്, സ്കിന്നി ടൈപ്പ് പാന്റ് എന്നിവ അനുവദിക്കുന്നതല്ല. ഫാൻസി സ്പോർട്സ് ടൈപ്പ് വാച്ച്, ഫാൻസി ടൈപ്പ് ബെൽറ്റ്, ഷൂ എന്നിവ സ്കൂളിൽ നിരോധിച്ചിരിക്കുന്നു. മൊബൈൽ ഫോൺ, മെമ്മറി കാർഡ്, പെൻഡ്രൈവ് തുടങ്ങിയവ സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല. ആഭാസകരമായ രീതിയിൽ മുടി മുറിക്കുന്നതുവരെ സ്കൂളിൽ നിരോധിച്ചിരിക്കുകയാണ്. ഗോൾഡൻ ചെക്ക് ടോപ്പും ഗോൾഡൻ കളർ പാന്റുമുള്ള ചുരിദാറാണ് പെൺകുട്ടികളുടെ യൂണിഫോമിൽ നിശ്ചയിക്കപ്പെട്ടത്. ചുരിദാറിന് സൈഡ് ഓപ്പൺ പാടില്ല. ഫുൾ സ്ലീവ്, നെക്ക് ബട്ടൺ എന്നിവ
ചുരിദാർ ടോപ്പിന് നിർബന്ധമാണ്. മുസ്ലിം പെൺകുട്ടികൾ ആവശ്യത്തിന് ഇറക്കമുള്ള മഫ്ത ഉപയോഗിക്കണം. മഫ്തയുടെ താഴ്ഭാഗം കട്ട് ചെയ്ത് അടിക്കേണ്ടതാണ്. അതിന്റെ മുകളിൽ വി ഷേപ്പിൽ ഷാൾ ധരിച്ച് പിൻ ചെയ്യണം. ബോഡി ഷേപ്പ് ചുരിദാർ തയ്ക്കാനേ പാടില്ല. സ്വർണ്ണാഭരണങ്ങൾ, ഫാൻസി ആഭരണങ്ങൾ എന്നിവ സ്കൂളിൽ ഉപയോഗിക്കരുത്. PTA, MTA, CPTA എന്നിവ MJയിൽ സജീവമാണ്. സ്കൂൾ തുടങ്ങി ആദ്യ ടേമിൽ തന്നെ ജനറൽ PTAയും ഓരോ എക്സാം കഴിയുമ്പോഴും ക്ലാസ് PTAയും നടത്താറുണ്ട്. സ്കൂൾ തുറന്ന് ആദ്യ വാരത്തിൽ തന്നെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ ഡയറി നൽകുന്നതാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷിതാക്കൾ എല്ലാ ദിവസവും കുട്ടികളുടെ ഡയറി പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ ക്ലാസ് ടീച്ചറെ ബന്ധപ്പെടുകയും ചെയ്യേണ്ടതാണ്. ദൂരെ നിന്നും വരുന്ന പെൺകുട്ടികളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താൻ 6 സ്കൂൾ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. സ്കൂൾ ബസ്സുള്ള റൂട്ടുകളിലെ മുഴുവൻ പെൺകുട്ടികളും സ്കൂൾ ബസ്സിൽ തന്നെ വരേണ്ടതാണ്. ആൺകുട്ടികൾക്കും സ്കൂൾ ബസ് സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ലൈൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ ബസ്സിലും ബസ് സ്റ്റാൻഡിലും മാന്യമായി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. നിയമലംഘനം നടത്തുന്ന കുട്ടികളെ കണ്ടെത്താൻ പ്രത്യേക സംവിധാനം സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന് 2 ഓപ്ഷനാണ് സ്കൂളിൽ അനുവദിച്ചിട്ടുള്ളത്. ഒന്നുകിൽ സ്കൂളിൽ നിന്നും വിതരണം ചെയ്യുന്ന ഉച്ചഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും കൊണ്ടുവരിക. ഇന്റർവെൽ സമയത്ത് ഹോട്ടലിൽ പോയി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 8 മുതൽ 10 വരെ ആവശ്യമുള്ള മുഴുവൻ കുട്ടികൾക്കും സ്കൂളിൽ നിന്നും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. സാമാന്യം ഭേദപ്പെട്ട വിഭവമാണ് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്നത്. സർക്കാർ നൽകുന്ന വിഭവങ്ങൾക്ക് പുറമെ കുട്ടികൾ തന്നെ അവർക്ക് വേണ്ട അധിക വിഭവങ്ങൾ ക്ലാസ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നുണ്ട്. കലർപ്പില്ലാത്ത നല്ല ഭക്ഷണം സാമൂഹ്യ കാഴ്ചപ്പാടോടെ ഉപയോഗിക്കാൻ സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി കുട്ടികളെ പ്രാപ്തരാക്കുന്നു. വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരുന്ന കുട്ടികൾ ചോറ്റുപാത്രത്തിൽ ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ കൊണ്ടുവരാവൂ. പ്ലാസ്റ്റിക് കവറുകൾ, ഇല, പേപ്പർ എന്നിവയിൽ ഭക്ഷണം കൊണ്ടുവരുന്നത് സ്കൂളിൽ നിരോധിച്ചിരിക്കുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പാത്രം കഴുകാൻ പ്രത്യേകം ടാപ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മികച്ച രീതിയിൽ സംവിധാനം ചെയ്ത അടുക്കളയും മാലിന്യ സംസ്കരണ സംവിധാനവും ഉച്ചഭക്ഷണ പരിപാടിയെ മികവുറ്റതാക്കുന്നു. ഈയിടെ സ്കൂളിൽ ആരംഭിച്ച ലിറ്റിൽ ഹോപ്പ് പദ്ധതി കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ്. ആഴ്ചയിൽ ഒരു മിഠായി ബഹിഷ്കരിച്ച് സഹപാഠിയുടെ കണ്ണീരൊപ്പാൻ കുട്ടികൾ നടപ്പിലാക്കിയ ലിറ്റിൽ ഹോപ്പ് പ്രവചനാതീതമായ വളർച്ചയാണ് കൈവരിച്ചത്. നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പെടുന്ന പട്ടിണിപ്പാവങ്ങളായ 70ഓളം കുട്ടികൾക്ക് പാഠപുസ്തകം, യൂണിഫോം, ചികിത്സാ സഹായം എന്നിവ നൽകി ഇവർക്കൊരു കൈത്താങ്ങാവാൻ ഈ പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട്. ലിറ്റിൽ ഹോപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു മിൽമ ബൂത്തും ആരംഭിച്ചിട്ടുണ്ട്. മിതമായ നിരക്കിൽ കുട്ടികൾക്കാവശ്യമുള്ള ലഘുഭക്ഷണം ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നു. മിൽമയിൽ നിന്നുള്ള ലാഭം ലിറ്റിൽ ഹോപ്പിന്റെ കാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഇതിന്റെ ഒരു സവിശേഷതയാണ്. പ്രവർത്തന മികവ് കൊണ്ട് ഈ സംരംഭം സ്കൂളിന് തന്നെ അലങ്കാരമാണ്. MJയിലെ കുട്ടികൾക്കാവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും സ്കൂൾ കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ ലഭ്യമാണ്. ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട് ബുക്കുകൾ, ബാഗ്, കുട തുടങ്ങിയ പഠനോപകരണങ്ങൾ വിലക്കുറവിൽ ഇവിടെ വിതരണം ചെയ്യുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് സ്കൂൾ ലൈബ്രറി, നവീകരിച്ച സയൻസ് ലാബ്, മൾട്ടിമീഡിയ സൗകര്യത്തോടുകൂടിയ കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് റൂം എന്നിവ സ്കൂളിൽ സജീവമായി പ്രവർത്തിക്കുന്നു.
അച്ചടക്ക പരിപാലനത്തിന് സ്കൂൾ കുട്ടി പോലീസ് എംജെയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേക യൂണിഫോം അണിഞ്ഞ് ദൈനംദിന പ്രവർത്തനങ്ങളിലെ ഡിസിപ്ലിൻ നിലനിർത്തുന്നതിന് കുട്ടികളുടെ ഈ പോലീസ് ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കുന്നു. സ്കൂൾ കലോത്സവം, സ്പോർട്സ് എന്നീ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി എംജെയിൽ നടന്നുവരുന്നു. യാതൊരുവിധ ബാഹ്യ ഇടപെടലുമില്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഇരിപ്പിടമൊരുക്കി കഴിഞ്ഞ 33 വർഷമായി സ്കൂളിൽ നടന്നുവരുന്ന ആർട്സ് സ്പോർട്സ് പരിപാടികൾ ഏറെ ശ്രദ്ധേയമാണ്. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്ന ഈ പ്രായത്തിൽ കുട്ടികൾക്ക് വേണ്ട പഠനാന്തരീക്ഷം വളരെ ശാസ്ത്രീയമായാണ് എംജെയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അടുക്കും ചിട്ടയുമുള്ള എംജെയുടെ ക്യാമ്പസിൽ നിന്നും അറിവും കഴിവും വ്യക്തിത്വ ഗുണവുമുള്ള ഒരു യുവസമൂഹം വളർന്നുവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിന് ദൈവം തുണക്കട്ടെ.